എൻ്റെ പേര് സലോമി ഗിൽബർട്ട്. ഞാൻ വൈപ്പിൻ മാനാട്ടുറമ്പ് സേക്രഡ് ഹാർട്ട് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ സെപ്റ്റംബറിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് ഉടമ്പടി നിയോഗമായിട്ട് എൻ്റെ അപ്പച്ചൻ്റെ ഒരു കാല് ഷുഗർ വന്നിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കാല് ചെറിയതായിട്ട് പഴുപ്പ് തുടങ്ങിയ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്നു മുതൽ ഇന്ന് വരെയും എല്ലാ ദിവസവും അപ്പച്ചൻ്റെ ഭക്ഷണത്തിൽ ഞാൻ ഉപ്പ് ചേർത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ അപ്പച്ചന് ആ ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പോൾ പാലിയേറ്റീവ് കെയർ ചെയ്യുന്നു പിന്നെ അപ്പച്ചനെ കാണാനൊക്കെ വരുന്നവരെല്ലാവരും ആ കാല് കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇങ്ങനെ ഇട്ട് കളിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പരിശുദ്ധ അമ്മയിൽ വലിയ വിശ്വാസമായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ തൈലം അപ്പച്ചൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് കൊടുത്ത് ഭക്ഷണത്തിൽ എല്ലാ ദിവസവും കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം അപ്പച്ചൻ്റെ കാല് പൂർണ്ണമായിട്ടും പൊറുത്ത് ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിച്ച് കളഞ്ഞ് എങ്ങനെയാണോ പൊറുക്കുന്നത് അതുപോലെ വളരെ മനോഹരമായിട്ട് മാതാവ് അത് കരിച്ചു കളഞ്ഞ് തന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കൂടാതെ എനിക്ക് ഒരു 25 വർഷത്തോളമായിട്ട് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല. എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ തിരുനടയിൽ കാല് കുത്തിയ നിമിഷം മുതൽ കൃപയ്ക്ക് മേൽ കൃപയായിട്ടാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത്. ആ 25 വർഷമായിട്ടുള്ള എൻ്റെ തുമ്മൽ, അതായത് വെളുപ്പിന് ഒരു 1:30-2 മണിയാകുമ്പോൾ തുടങ്ങിയാൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഇങ്ങനെ തുമ്മലാണ്. ഭയങ്കര ഇറിറ്റേഷനാണ്. ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയി മരുന്ന് കഴിച്ചു. തല മൊത്തം മൂടി നടക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞെങ്കിലും അവസാനം പരിശുദ്ധ അമ്മ ആ എല്ലാ ദിവസവും 2 നേരത്തെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ ആ തൈലം എടുത്ത് എൻ്റെ മൂക്കിൻ്റെ ഇവിടെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഇന്ന് വരെ എനിക്ക് ആ അലർജിയുടെ അസുഖം വന്നിട്ടില്ല. പിന്നെ കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും ക്ഷേമനിധി കാർഡും ഞങ്ങളുടെ കൈവശിരിക്കണത് 19 വർഷമായിട്ട് ഞങ്ങളത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. എല്ലാ മാസവും അതിൻ്റെ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഞങ്ങൾക്ക് ക്ഷേമനിധിയുടെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതൊരു കൂട്ടുകാരനെയാണ് ഏൽപ്പിച്ചത്. അത് ഏൽപ്പിച്ചിട്ട് ഇപ്പം 3 മാസത്തോളമായിട്ട് ഞങ്ങൾക്ക് ആ ഇത് കിട്ടിയില്ല, സർട്ടിഫിക്കറ്റും ഫോമും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ തന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ടു ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞ് തന്നതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം തുടങ്ങി മാതാവിനോട് വിശ്വാസ പ്രമാണം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ചൊല്ലി ഞാൻ ഇരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ എനിക്ക് ഫോൺ വന്നേക്കണ്. എൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് സാധനം ഭദ്രമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടിട്ടാ ഹസ്ബൻഡിനോട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതും പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഇവിടെ ജോസഫ് അച്ഛൻ ആരാധന മധ്യേ പറഞ്ഞു, നമ്മൾ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യണമെന്ന്. ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും ഇവിടെ നിന്ന് പോയി ഞങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി പത്രം കൊടുത്തു. പിന്നെ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ആ തൈലം ഉപ്പ് ഒക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പക്ഷേ അതുവഴി അവർക്കും കൂടുതൽ വിശ്വാസമായി. കൂടാതെ ഞങ്ങളിപ്പോൾ വന്ന ആ മാസം മുതൽ ഒത്തിരി മക്കളെ 4 പേര് 3 പേര് 2 പേരായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഉടമ്പടി എടുപ്പിക്കാനും അങ്ങനെ പരിശുദ്ധ അമ്മയെ ലോകം മുഴുവനും അറിയിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ആസ്പത്രികളിലും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പത്രം. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പേരക്കുഞ്ഞിനൊക്കെ അമ്മ അനുഗ്രഹം തന്നിട്ടുണ്ട്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമരത്തിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന തിരുവചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധ അമ്മ വഴി ഈശോ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു.